ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ DTH സാറ്റലൈറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട വീഡിയോ അല്ല ചെയ്യുന്നത്. കേരളത്തിൽ മൊത്തം മഴയാണ്. ഇന്ന് നമ്മൾ എൻ്റെ നാട്ടിൽ പലയിടങ്ങളിലും വെള്ളം കയറി പല ആളുകളും ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ നിന്നുള്ള ദൃശ്യമാണ്. കാക്കറത്തോട് എന്ന് പറയും. മലപ്പുറം ജില്ലയിലെ പന്തല്ലൂർ വില്ലേജിൽ കാക്കറത്തോട് പന്തല്ലൂർ മലയിൽ നിന്നും ഉത്ഭവിച്ച് കടലുണ്ടി പുഴയിൽ വന്ന് ചേരുകയാണ് ചെയ്യുന്നത്. പല വഴികളിൽ നിന്നും പല കൈത്തോടുകളായി, ചെറിയ തോടുകളായി വന്ന് കടലുണ്ടി പുഴയിൽ വന്ന് ചേരുന്ന കൂട്ടത്തിലുള്ള ഒരു തോടാണ് ഇത്. ചെറിയ ഒരു അരുവിയാണ്. കാക്കറത്തോട് എന്ന പേര് പറയും. എൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പാടവും തോടും ഒക്കെ വെള്ളം കയറി, കൃഷിയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ മുന്നിൽ മാത്രമല്ല, വില്ലേജിൽ പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദൃശ്യങ്ങൾ കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. ഇനി നമുക്ക് കാക്കറത്തോട് പാലത്തിൻ്റെ മുന്നിൽ നിന്നുള്ള ദൃശ്യം കൂടി കാണാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കാക്കറത്തോട് പാലം. ഇവിടെ ഇന്നലെ രാത്രി 11:30 മുതൽ വെള്ളം കയറിയതാണ്. ഇന്ന് രാവിലെ 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഇപ്പോൾ വെള്ളം ഇറങ്ങുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് വില്ലേജിൻ്റെ മറ്റു ഭാഗങ്ങൾ കൂടി ഒന്ന് സന്ദർശിക്കാം. പന്തല്ലൂർ ടൗണിൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് അമ്പലവട്ടം. ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഏരിയയാണ്. ഇവിടെ ഈ പാടങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. റോഡിൻ്റെ 2 സൈഡിലും പാടാണ്. ഒരു മനോഹരമായ കാഴ്ച കാണുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് കൂടുതൽ ആളുകളും രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതെ, ഇനി നമുക്ക് വില്ലേജിലെ പ്രധാന പാലമായ ചിറ്റത്തുപാറ പാലം, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊന്ന് നോക്കാം. ചിറ്റത്തുപാറ പാലം വഴിയാണ് ആനക്കായ ഭാഗത്തേക്കും മഞ്ചേരി, മലപ്പുറം ഭാഗങ്ങളിലേക്കൊക്കെ പന്തല്ലൂർ ഭാഗത്തുള്ള ആളുകൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ വില്ലേജിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പാലമാണിത്. ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇതിനേക്കാൾ കൂടുതൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വെള്ളം കയറി കരയിലേക്കൊക്കെ കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, നല്ല വെള്ളം തന്നെയാണ്.
ഈ പുഴ ഒഴുകിച്ചെല്ലുന്നത് കടലിൽ ചേരുന്ന സ്ഥലം കടലുണ്ടി എന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ പുഴയ്ക്ക് കടലുണ്ടിപ്പുഴ എന്ന് പേര് വന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് വില്ലേജിൻ്റെ മറ്റൊരു പ്രദേശമായ മുടിക്കോട്. പാണ്ടിക്കാട് പെരിന്തൽമണ്ണ ഒക്കെ പോകുന്ന റൂട്ടാണ് മുടിക്കോട്. മുടിക്കോടും തന്നെ അത്യാവശ്യം നല്ല വെള്ളം റോട്ടിലേക്കൊക്കെ കയറിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് സമയം ഗതാഗതം വാഹനങ്ങളൊക്കെ ഓടിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു ബസ് നേരത്തെ പോയി. അതിനുശേഷം പിന്നീട് വാഹനങ്ങളൊന്നും ഓടിയിട്ടില്ല. പോലീസൊക്കെ വന്നിട്ട് ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു പാലമാണ്, മണിയാണീരിക്കടവ് പാലം. ഇത് പന്തല്ലൂർ പ്രദേശത്തല്ല, മലപ്പുറം ജില്ല തന്നെ കീഴാറ്റൂർ എന്ന സ്ഥലത്ത് നിന്ന് മേലാറ്റൂർ പോണ വഴിക്കുള്ള ഒരു പാലാണ്. ഈ പ്രദേശത്തും വെള്ളം കൃഷികളിലൊക്കെ കയറിയിട്ടുണ്ട്. ഈ ഒരു പുഴയും ഒലിപ്പുഴയുമാണ് കടലുണ്ടിപ്പുഴയായി ഒറോമ്പുറം എന്ന സ്ഥലത്ത് സംഗമിക്കുന്നത്. വർക്കില്ലാത്തത് കാരണം ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.